നിത്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകാം രക്തോത്പലാം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യേൽപരാമംബികാം. അമ്മേ ശരണം. ഞാൻ ചോറ്റാനിക്കര മേൽശാന്തി സതീശൻ നമ്പൂതിരി. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം കഴിഞ്ഞു. മണ്ഡലം 41 കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ഉത്സവമാണ്. അതിലാണ് ആ ഉത്സവത്തിൽ 24-ാം തീയതി കൊടി കയറി. 7ാമത്തെ ദിവസമാണ് വിശ്വപ്രസിദ്ധമായ മകംതൊഴൽ. ഈ മകംതൊഴലിനെ കുറിച്ച് അല്പം പറയാം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. ആ മകംതൊഴൽ വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു ദിവസമാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചോറ്റാനിക്കര ക്ഷേത്രം പണ്ടൊരു കാടായിരുന്നു. ഈ കാട്ടിൽ കാട്ടുജാതിക്കാർ താമസം. അതിൽ കണ്ണപ്പൻ എന്ന് പറഞ്ഞൊരു ആൾ തലവനായിട്ടുണ്ടായി. ഈ കണ്ണപ്പൻ എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ പോയി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് അതിനെ ഇവിടെ കുരുതി കൊടുത്ത് അതിൻ്റെ മാംസങ്ങളൊക്കെ എല്ലാവർക്കും വീതിച്ച് കൊടുത്ത് ഭക്ഷിക്കുക. ഇതായിരുന്നു അയാളുടെ തൊഴിൽ. കുറച്ച് കാലം കഴിഞ്ഞു അയാളുടെ ഭാര്യ മരിച്ചു. മകളുണ്ട്. അപ്പോൾ മകൾക്ക് കുറച്ച് വയസ്സായപ്പോൾ അച്ഛനോട് പറയണമെന്നുണ്ട്, ഇത് ഗുരുതിയൊന്നും കൊടുക്കരുത്, അത് പാപമാണെന്നൊക്കെ പറയേണ്ട. പക്ഷെ അതൊന്നും പറയാൻ ധൈര്യമില്ല. കണ്ണപ്പൻ ഒരു ദുഷ്ടനാണ്. അത് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയും കണ്ണപ്പന് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു, തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു പശു പെട്ടെന്ന് വീട്ടിലേക്ക് ഇനി വന്നു. അത് എവിടുന്നാണ് വന്നത് ചോദിച്ചാൽ അറിയില്ല. വന്നു. അപ്പോൾ ആ പശുക്കുട്ടിയെ ഞാൻ വളർത്തിക്കോളാം എന്ന് മകൾ പറഞ്ഞു. അതിനെ ഞാൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ പരിരക്ഷിച്ചുകൊണ്ട് ആ കുട്ടി അവിടെ താമസിച്ചു. അപ്പോൾ കണ്ണപ്പനും മകളോട് നല്ല സ്നേഹമാണ്. അത് കാരണം ആ മകൾക്ക് വേണ്ട സഹായമൊക്കെ ചെയ്ത് പശുവിനെയൊക്കെ നോക്കി വേണ്ട മാതിരിയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. അപ്പോഴാണ് ഈ കണ്ണപ്പൻ പശുവിനെ മോഷ്ടിച്ച് കൊണ്ടുവരലാണ് അയാളുടെ പണി. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പശുക്കളൊന്നും ഇല്ലാതെയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് പശുവിനെ കിട്ടുക? അപ്പോഴാണ് മകളുടെ ഒരു പശു ഉണ്ടല്ലോ, അത് മതി. അപ്പോൾ അവിടെ ഒരു പശു ഉണ്ടല്ലോ, വേഗം പിടിച്ചപ്പോൾ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ മകൾ പറഞ്ഞു, അയ്യോ കൊണ്ടുപോകരുത്, ആ പശുവിനെ കൊല്ലരുത്, എന്നെ കൊന്നോളൂ, എന്നെ ബലി കൊടുത്തോളൂ. അങ്ങനെ ആ കണ്ണപ്പനെ മാനസാന്തരം സംഭവിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ അത്ര സ്നേഹമാണ് കണ്ണപ്പനെ. ആ മാനസാന്തരം സംഭവിച്ചപ്പോൾ തൻ്റെ ചീത്ത പ്രവൃത്തിയായി കുരുതി കൊടുക്കൽ, പശുവിനെ കൊന്ന് കുരുതി കൊടുക്കുക, അതൊക്കെ നിർത്തി അദ്ദേഹം നല്ലവനായി തീർന്നു. പശുവിനെയൊക്കെ സംരക്ഷിച്ച് വേണ്ട മാതിരി ജീവിച്ചു പോന്നു. കുറച്ചു കാലം കഴിഞ്ഞതും അല്പായുസായിട്ട് മകൾ പോയി. പിന്നെ ഈ പശു മാത്രമായി. പശുവിനെ സംരക്ഷിച്ചുകൊണ്ട് കണ്ണപ്പൻ കാലങ്ങൾ കഴിച്ചു കൂട്ടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കണ്ണപ്പനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ തൻ്റെ തൊഴുത്തിൽ ലക്ഷ്മി ഭഗവതിയായിട്ടും നാരായണനായിട്ടും 2 കല്ലുണ്ട്, അതേപോലെ സന്യാസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സ്വപ്നമൊക്കെ കണ്ടു അയാൾ. ആ സ്വപ്നം കണ്ട് പിറ്റേ ദിവസം ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോൾ ഒരു 2 കല്ലുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ട് കണ്ണപ്പൻ അയാൾ അത്ഭുതപ്പെട്ടു. ആകെ എന്താ വേണ്ട ആവശ്യമില്ലാതായിട്ട് നിലവിളിച്ചപ്പോൾ ഒരു സന്യാസി അവിടെ എത്തിപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഇത് വേണ്ട മാതിരി ആരാധിക്കണം, ഇത് നാരായണനാണ്, ലക്ഷ്മിയാണ്, ഈ പശു ലക്ഷ്മി ഭഗവതിയാണ്. അനന്തധാനം പശു ഏതോ വഴിക്ക് പോയി കാണാനില്ല. മുമ്പ് മകളെ സംരക്ഷിച്ച് കൊണ്ടുവരുന്ന പശുവായിരുന്നു. ആ പശു ഏതോ വഴിക്ക് പോയി, അതിനെ കാണാനില്ല. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, ലക്ഷ്മി ഭഗവതിയാണത്,
നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പശു ലക്ഷ്മി ഭഗവതിയാണ്, ഈ നാരായണനും ലക്ഷ്മിയാണ് ഈ രണ്ട് കല്ലും, ഇതിനെ ദിവസവും ആരാധിച്ചോളൂ എന്ന് പറഞ്ഞ് സന്യാസി അപ്രത്യക്ഷമായി. കണ്ണപ്പൻ കൂട്ടരും സന്യാസി പറഞ്ഞ പോലെ ആരാധിച്ച് കുറച്ചു കാലം കഴിച്ചു കൂട്ടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവരുടെ കാലം കഴിഞ്ഞ് കണ്ണപ്പൻ മരിച്ചു, കണ്ണപ്പൻ്റെ കാട്ടുജാതിക്കാരിലെ അംഗങ്ങൾ മരിച്ചു, എല്ലാവരും മരിച്ചു. അവസാനം ആരും ഇല്ലാതെയായി. പിന്നെ അവിടെ പുതിയ ആൾക്കാരായി. പുതിയ ആൾക്കാർ വന്ന് അവിടെ താമസമായി. അവർ കാട് വെട്ടി, വെട്ടുകത്തി കൊണ്ട് കാട് വെട്ടലും കുഴിക്കലൊക്കെ തുടങ്ങി. ആ സമയത്ത് ഈ കാട് വെട്ടണ സമയത്ത് കല്ലുമ്പിൽ വെട്ടുകത്തി കൊണ്ട് ചോര പൊടിഞ്ഞു. ഇത് കണ്ടപ്പോൾ നാട്ടിൽ പോയി, നാട്ടിൽ നിന്നാണ് ഇവർ വരുന്നത് വിറക് വെട്ടാനും കൊണ്ടുപോകാനൊക്കെ. ആ ഗ്രാമത്തിലെ പ്രധാനിയാണ് അടാട്ട് നമ്പൂരി. ആ നമ്പൂരിക്ക് താന്ത്രികമായിട്ടും ജ്യോതിഷമൊക്കെ അറിയുന്ന ആളാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വിറക് വെട്ടിയപ്പോൾ ഇങ്ങനെ ചോര പൊടിഞ്ഞു, എന്താ ശരിയാ പറഞ്ഞു. അദ്ദേഹം അവിടെ വന്ന് പ്രശ്നമൊക്കെ വെച്ചു. പ്രശ്നം വെച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് കണ്ണപ്പനെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളാണ്. അദ്ദേഹം അവിടെ ആദ്യമായിട്ടൊരു ചിരട്ടനെ നിർമ്മിച്ചു. ഇപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ ആ ചിരട്ടനീതിയാണ് ആദ്യം മഴനീതിയായിട്ടും ഉഷനീതിയായിട്ടും ഒക്കെ അതിപ്പോഴും നടത്തി വരുന്നത്. അതിനങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഭഗവതിയുടെ ഹൃദയം തന്നെയാണ് ഈ ചിരട്ട എന്നർത്ഥം. അങ്ങനെ ഭഗവതിയെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വില്ലുവെങ്കിലും സ്വാമിയാർ ഇത് കേട്ടു, ഇവിടെ ഒരു പ്രധാന ക്ഷേത്രമുണ്ട്, എന്നാൽ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കീഴ്ക്കാവിൽ കുളത്തിൽ കുളിക്കാന്നുള്ള കുളത്തിൽ കുളിച്ചു. വെള്ളത്തിലിറങ്ങി കാലെന്തിലോ തട്ടിയപ്പോൾ ഒരു വിഗ്രഹം കണ്ടു, ഭദ്രകാളിയുടെ വിഗ്രഹം. അതിനെ അവിടെ പ്രതിഷ്ഠിച്ചു, മുമ്പിൽ തന്നെ പ്രതിഷ്ഠിച്ച് തിരിഞ്ഞ് പടിഞ്ഞാട്ട് നോക്കി എപ്പോഴുണ്ട് ആ ഭഗവതിയുടെ വിശ്വപ്രസിദ്ധമായ രൂപം. സർവ്വ ആഭരണ വിഭൂഷിതമായിട്ടും പട്ടുപാവാട, പട്ടുസാരി, ഈ വക വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ പരമശോഭയോടുകൂടി ആ ഭഗവതി സർവാഭരണ വിഭൂഷിതമായിട്ട് അവിടെ ഇങ്ങനെ ശോഭിക്കുന്നത് കണ്ടു. വില്ലുവെങ്കൽ സ്വാമിയാർ ആ ഭഗവതിയെ നമസ്കരിച്ചു. ഈ ദിവസമാണ് മകം തൊഴലിനുള്ള പ്രാധാന്യം. ഭഗവതി ഇതുവരെ സർവ്വ ആഭരണ വിഭൂഷിതമായിട്ട് പ്രത്യക്ഷത്തിൽ ആരും കണ്ടിട്ടില്ല. വില്ലുവെങ്കൽ സ്വാമിയാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ മകം ദിവസമുള്ള ആ മിഥുനം രാശിയിൽ മകം തൊഴൽ വളരെ പ്രാധാന്യമാണ്. അതാണ് ഈ മകം തൊഴലിനുള്ള പ്രാധാന്യം. അതുകൊണ്ട് ഈ ഉത്സവ സമയത്ത് 7-ാം ദിവസം വിശ്വപ്രസിദ്ധമായ മകം തൊഴലുണ്ട്. ആ തൊഴലിന് എല്ലാവരും സാന്നിധ്യം ഉണ്ടാവണം. ആ ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങണം, അനുഗ്രഹം സ്വീകരിക്കുക. ഭഗവതി ഇന്ന തരത്തിലേ അനുഗ്രഹിക്കൂ എന്നൊന്നുമില്ല. ഭഗവതി അല്ലെങ്കിൽ അനുഗ്രഹിക്കും. മാനസിക വിഭ്രാന്തി, രോഗങ്ങൾ, ദോഷങ്ങൾ, പല ദോഷങ്ങളും ഉണ്ടാവുമല്ലോ. ഭൂതപ്രേത പിശാചുക്കളുടെ ബാധ, അല്ലെങ്കിൽ വേറെന്തിൻ്റെയെങ്കിലും ബാധ, ഇതൊക്കെ ഉണ്ടാവും. ഇതെപ്പോഴും ഭഗവതി ഇതിനെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ മകം തൊഴിലിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അത് പെട്ടെന്ന് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും, സർവ്വാഭിഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ മകം തൊഴിലിന് എല്ലാവരും ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങാൻ ആ ക്ഷേത്രത്തിൽ മകം തൊഴാൻ പ്രത്യേകം 2 മണി തൊട്ട് ആണ് അതിൻ്റെ വരേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണി തൊട്ടാണ് മിഥുനം രാശിയിലാണ് വില്ലുവെങ്കൽ സ്വാമിയാർക്ക് ദർശനം നൽകിയത് ഭഗവതി. അപ്പോൾ ആ മിഥുനം രാശി 2 മണിക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് ആ സമയത്താണ് മകം തൊഴലിന് പ്രാധാന്യം. എല്ലാവരും ആ മകം തൊഴലിന് സാന്നിധ്യം അറിയിക്കുക. പിന്നെ ഇനിയിപ്പോൾ ഈ മകം തൊഴാൻ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യണം? അവർ വീട്ടിലോ അല്ലെങ്കിൽ എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അവിടെ ആ സമയത്ത് 2 മണിക്ക് ശേഷം ആ മിഥുന രാശി സമയത്ത് ആ ഭഗവതിയെ വേണ്ട മാതിരി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം അവർക്കും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ആ ഭഗവതിയുടെ അനുഗ്രഹം കിട്ടും. അതിനുവേണ്ടി എല്ലാവരും അതാത് സമയത്ത് അതാത് സ്ഥലത്തിരുന്ന് വരുന്നവർ വരിക, അല്ലാത്തവർ പുറത്തു നിന്ന് ഈ സമയത്ത്
വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിലും ആ സമയത്ത് ആ ഭഗവതി എന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം അവർക്കുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ മകം തൊഴലിൻ്റെ ചെറിയൊരു സംഗ്രഹം, ചെറുതായിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ആ മകം തൊഴലിന് വരിക, ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങുക.